ഹലോ, അപ്പം നമ്മൾ തെങ്കാശിയിലേക്ക് ഒരു കല്യാണത്തിന് പോകണം കേട്ടോ. അപ്പം വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. നമ്മളവിടെ എത്തി കേട്ടോ. നടന്നാണ് കുറേ 4 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു പോകണമായിരുന്നു ബസ് ഇറങ്ങിയിട്ട്. നമ്മൾ നടക്കാം. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലാണ്. കാണാൻ പറ്റുന്നത് ഞാനൊക്കെ കരിഞ്ഞു പോയി. സത്യം പറഞ്ഞു ഇതൊക്കെ കോലം കണ്ട 6 മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ വീട്ടിൽ നിന്ന് വെളുപ്പിച്ച്. ഇവിടെ എത്തി തന്നെ 12-1 മണിയൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു. നമ്മൾ കല്യാണ വീടിൻ്റെ ഏകദേശം വഴിയായി കേട്ടോ അവിടെ. അപ്പം എല്ലാ ആൾക്കാരൊക്കെ സത്യം പറയില്ല, ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലൊരു കല്യാണത്തിന് പോകുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. സിനിമയായിട്ട് കണ്ടിട്ടുണ്ട്, ഫ്ലെക്സൊക്കെ വെച്ച് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ആദ്യമായിട്ട് കണ്ടപ്പോൾ അതാണ് കേട്ടോ കല്യാണം ചെക്കനത്. ആ പോകുന്നതാണ് ചേട്ടൻ്റെ ചേച്ചീൻ്റെ பேச்சியம்மாள் அவர்களை வாழ்த்த வாய்ப்பு தந்ததற்கு நன்றியை தெரிவித்துக் கொள்கிறேன். ஒரு கழக நிர்வாகியோட இல்ல விழாவில் கலந்துக்கிறது நான் ரொம்ப பெருமையாகவும் மகிழ்ச்சியாகவும் நினைக்கிறேன். மணமக்கள் இருவரும் கலைஞரும் தமிழும் போல, தளபதியும் உழைப்பும் போல, தமிழும் இனிமையும் போல என்றென்றும் இணைவே பெரியாமல் வாழ வேண்டும் என்று வாழ்த்துகிறேன். എനിക്കൊന്നും അവിടുത്തെ വലിയ ആരാണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. ഈ സ്റ്റേജ് വന്നിങ്ങനെ അവർക്ക് നമുക്കറിയത്തില്ല എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. എന്തായാലും കൊള്ളായിരുന്നു. പാട്ട് മത്സരമൊക്കെ சிறப்பாக நமது திருமண விழாவில் மணமக்களை வாழ்த்துவதற்காக வருகிறது. அன்றும் இன்றும் இன்றுமாக நமது திராவிட முன்னேற்ற கழகம், அன்றும் இன்றும் இன்றுமாக நமது திராவிட முன்னேற்ற கழகம், அது இன்றும் நமது உயிர்மூச்சே இருக்கும். அன்றும் இன்றும் இன்றுமாக முன்னேற்ற கழகம் ഒരുപാട് ലോങ് സ്പീഡ് കൂട്ടുവാണ്. உயிர் கலந்த உயிர் கலந்த உயிர் உயிரே நமலவே ஆனோலம் உயிரே அன்னவே உயிரே வாழாத வாழக்கோலத்தே வாழே வாழே மாமசாமி வாழாத வாழக்கோலத்தே வாழே வாழே மாமசாமி. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകട്ടോ. രാവിലെ ആയിട്ട് ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പാവം ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയാന്ന് നോക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു കല്യാണത്തിന് കഴിക്കാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ വിശന്ന് പാവങ്ങൾ വലഞ്ഞിരിക്കും. കണ്ടില്ലേ അങ്ങനെ ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ എല്ലാരും കൂടെ വന്ന് തള്ളി ഫുഡ് ഇവിടെയാണ് കേട്ടോ. കണ്ടില്ല, ആളൊന്നും ഇല്ല ഇവിടെ കഴിക്കാൻ. സീറ്റും ഉണ്ടായിരുന്നു. പിന്നെ കുറെ നേരം അവിടെ നിന്ന് സീറ്റ് എല്ലാരും വന്നവരൊക്കെ കയറി ഇരിക്കുകയും ചെയ്തു. ഞങ്ങളവിടെ ഹലോ ഗൈസ്, ഫുഡിനുള്ള ബഹളമാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിശന്ന് സ്നേഹപ്രകടനമൊക്കെ കൊണ്ടുപോകാൻ
അയ്യോ എനിക്ക് വിശക്കുന്നേ കൊച്ചമായി വെച്ചു അങ്ങനെ സീറ്റ് പാവം കൊച്ചിനോട് ചിരിക്കുന്നു പറഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആദ്യമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? അച്ചാറ് അത് എന്റെ മാത്രത്തിലാണ്. അച്ചാറെന്നൊന്നും പറയുമ്പോൾ എന്തോ ഒരു അച്ചാറ്, പിന്നെ എന്തോ ഒരു തോരൻ, പിന്നെ അവിയൽ മാത്രം സാമ്പാർ, ചോറ് വേണോ? പച്ചരിച്ചോറ്, സാമ്പാർ നമ്മുടെ പെണ്ണിന്റെ അച്ഛനാണ്. നീ മാറ്റി കളിച്ചോടിക്കാണോ? പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അവനും ഞാനും ഒരേ ഇലയിലാണ് കഴിച്ചത്. കാരണം ആ കുഞ്ഞു ചെറുക്കൻ എവിടെ ഇല ഇടാൻ, ആ പടം 3 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഒരേ ഇലയിൽ തന്നെ വിളമ്പ്. അങ്ങനെ ഞങ്ങൾ പപ്പാതി കഴിച്ചു. ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ട് ആളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് നടന്നിട്ട് ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് വെച്ചാൽ പൊടിക്കാറ്റ് പോലത്തെ അങ്ങനെ വേഗം നടന്ന് നമ്മളോട് വേഗം ബസ്സിനകത്ത് കയറി. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്സിനകത്ത് വന്ന് വെച്ച് ഞാൻ പറയുന്നുണ്ട് വരാൻ വെയിലാവാൻ അകത്തിരിക്കും. പക്ഷെ അകത്ത് കയറിയിട്ട് കാര്യമില്ല, അകത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബസ്സിനകത്ത് കയറി കുറേ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പിള്ളേരോട് കാര്യമൊക്കെ പറഞ്ഞു. പിള്ളേർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയിപ്പിച്ചല്ല കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. തിരിച്ചു പോയപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഉറക്കമായിരുന്നു. പകുതി തെങ്കാശി എത്താറായപ്പോഴാണ് തോന്നുന്നു എല്ലാവരും എണീറ്റ്. കാരണം ബസ്സിനകത്താണെങ്കിൽ ഒളിച്ച കുറേ പാട്ടും ശോകമായിരുന്നു, ഭയങ്കര ശോകമായിരുന്നു, കൊള്ളത്തിലായിരുന്നു. തിരിച്ചു പോയപ്പോഴാണ് ഇച്ചിരിയെങ്കിലും കേൾക്കാൻ പറ്റിയ പാട്ടൊക്കെ ഇട്ട് കേട്ടോ. അതും പകുതി എത്താറായിരുന്നു. പിന്നെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നമ്മൾ അടൂരിൻ്റെ കട എത്താനായിട്ടേക്കും ഇറങ്ങി എല്ലാവരും ചായ കുടിച്ചു. നല്ല മഴയായിരുന്നു, നല്ല ചൂട് ചായ ഒരു കട്ടോടും കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ വാദിച്ച് മഴയും കണ്ടു കേട്ടോ.
നല്ല മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് തോന്നുന്നു. പിന്നെ നമ്മൾ ബസ് ഇരുമ്പ് പാലം ഇരുമ്പ് പാലമാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഞാനും കൂടെ കുറെ ഒരു ശല്യമില്ലായിരുന്നു. ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം എല്ലാവരും ബൈ ബൈ പറയാൻ പോകുവാണ് നമ്മുടെ സ്ഥലത്ത്. ബ്ലോക്ക് ആയിരുന്നു വണ്ടി നിർത്തിയിട്ടിരിക്കുക. എന്നാലും എല്ലാവരും ചാടി ഇറങ്ങാൻ നോക്കും. പിന്നെ വണ്ടി ബ്ലോക്ക് മാറ്റി അങ്ങോട്ടേക്ക് മാറ്റി നീക്കിയിട്ട് അപ്പം തന്നെ എല്ലാവരും ഇറങ്ങി വണ്ടിയാണ്. നമ്മൾ ഇറങ്ങാൻ പോകുവാണ്. ഓക്കെ ബൈ ബൈ. നമ്മുടെ വണ്ടി പോയി കേട്ടോ. ടാറ്റാ വണ്ടി ടാറ്റാ. എന്തായാലും തെങ്കാശിയിലൊരു യാത്ര പോകാൻ പറ്റി എന്തായാലും നന്നായി. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കുറേ പട്ടിക്കുട്ടികൾ കേട്ടോ. നമുക്ക് പരിചയമുള്ള പട്ടിക്കുട്ടികൾ. നമ്മുടെ ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി മറ്റേ പേര് എനിക്കറിയത്തില്ല. എന്നാലും ഭയങ്കര സ്നേഹമാണ്. എൻ്റെ കൈ അങ്ങോട്ട് വെച്ച് കളിക്കുകയാണെന്ന് അവരുടെ വിചാരം. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതാണ് എനിക്ക് തന്നെ കൺഫ്യൂഷൻ. ഇതിലേതാ ഹാപ്പി? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.